അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വേദിയിലെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഉത്തരവാദപ്പെട്ട സാരഥികളെ, ഉസ്താദുമാരെ, മുഅല്ലിം സുഹൃത്തുക്കളെ, ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന കലാ സാഹിത്യ മത്സരങ്ങളുടെ സമാപനം കുറിച്ച് അതിൻ്റെ സ്റ്റേറ്റ് തല മത്സരമാണല്ലോ മുസാബഖ എന്ന പേരിൽ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഈ അങ്കണത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ, അതിൻ്റെ ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേദിയിൽ സമയം ഒട്ടും തന്നെ കവർന്നെടുക്കുന്നില്ല. മത്സരങ്ങളുടെ ഒരു കാലമാണല്ലോ പൊതുവെ ഇന്ന് എല്ലായിടത്തും ഉള്ളത്. എല്ലാവർക്കും മുമ്പിലെത്താൻ താല്പര്യമാണ്. അതിന് നമ്മൾ കുറ്റപ്പെടുത്തിക്കൂടാ. കാരണം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുള്ളത് എന്നുള്ളതിന് വലിയൊരു അസറ്റാണ്. നമ്മളെ ഏത് കാര്യത്തിലും മുന്നിലെത്താൻ ഇപ്പം ഇന്ന് എല്ലാവർക്കും അത് ബോധ്യമാണ്. വെറുതെ നടന്നുകൊണ്ട് മുന്നിലെത്താൻ പറ്റില്ല. മുന്നിലെത്തണമെങ്കിൽ ഒരുപാട് പരിശീലനങ്ങൾ വേണ്ടി വരും, മുന്നൊരുക്കങ്ങൾ വേണ്ടി വരും എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തായാലും നല്ല പരീക്ഷയിൽ നല്ല ഗ്രേഡും മാർക്കും റാങ്കും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനനുസരിച്ച് പഠിക്കും, അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തും. അതല്ലാതെ വെറുതെ പരീക്ഷയ്ക്ക് പോയി ഇരുന്ന് എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ മുന്നൊരുക്കങ്ങൾ നമുക്ക് വലിയൊരു ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും ഒക്കെ തന്നെ നല്ല ഒരു ഉയർച്ച പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മുസാബഖയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മദ്രസ തലങ്ങളിൽ, അതുപോലെ തന്നെ റേഞ്ച് തലങ്ങളിൽ, അതിനുശേഷം ജില്ലാ തലങ്ങളിൽ, ചിലപ്പോൾ മണ്ഡലം തലങ്ങളിലും ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം പ്രബോധനമാണല്ലോ. നമ്മുടെ ദീനിയായിട്ടുള്ള വിഷയങ്ങൾ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എല്ലാവരും കാതോർക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകത്തെ ഏറ്റവും ഏറെ കാതോർക്കപ്പെടുന്ന ഒരു മതം എന്നുള്ള നിലക്ക്, ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലക്ക്, ഒരു ആശയം, ഒരു ആദർശം എന്നുള്ള നിലക്ക് ലോകം വളരെ ചെവി കൂർപ്പിച്ച് നിൽക്കുന്നുണ്ട്. അത് ഇസ്ലാമിനോടാണ്. മറ്റൊരുപാട് മതങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ ലോകത്തുണ്ടല്ലോ. നമ്മൾ അതിനൊന്നും ചെറുതായി കാണല്ല. ഒരുപാട് ജനസംഖ്യ, മുസ്ലിങ്ങളെക്കാൾ ജനസംഖ്യയുള്ള പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മളതിനെ ചെറുതായി കാണുന്നില്ല. പക്ഷേ അവയ്ക്കെല്ലാം ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ ഇസ്ലാമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇസ്ലാമിൻ്റെതായ ഒരു പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്തായാലും പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ തന്നെ പറയുന്നത് ഇന്ന ദീനുല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ പക്കലുള്ള മതം. ഖുർആന്റെ മതം ഇസ്ലാമാണ് എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. അപ്പൊ ആ ഖുർആനിന്റെ മതമായിട്ടുള്ള ഇസ്ലാം, ഖുർആന്റെ മതമായതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നതും കാതോർക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഖുർആനും വളരെ കാതോർക്കപ്പെടുന്നു. ഖുർആൻ വളരെ പഠിപ്പിക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു, അച്ചടിക്കപ്പെടുന്നു. ഏറ്റവും കൂടുതൽ പേർ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണല്ലോ. അതൊരു വെറും പറച്ചിലല്ല. അപ്പൊ ആ ഖുർആന്റെ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമും ലോകത്തേറെ കാതോർക്കപ്പെടുന്നത്. ഇസ്ലാമിനെ കേൾക്കാനും, ഇസ്ലാമിനെ അറിയാനും, ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഒക്കെ ലോകം സദാ സന്നദ്ധമായി കൊണ്ടിരിക്കുന്നു. അവിടെ ഇസ്ലാമിനെ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത് ഇസ്ലാം പടർന്ന് പന്തലിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടാണ്, മുസ്ലിങ്ങളുടെ ജീവിതം പഠിച്ചുകൊണ്ടാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ ജീവിതം മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടുമാണ് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ജീവിതം, ഖുലഫാ റാഷിദീന്റെ ജീവിതം, സ്വഹാബത്തിന്റെ ജീവിതം, താബിഈങ്ങളുടെ ജീവിതം, താബിഈങ്ങളുടെ ജീവിതം, ആരിഫീങ്ങളുടെ ജീവിതം, സൂഫിയന്മാരുടെ ജീവിതം, ഇതിലൂടെയൊക്കെയാണ് ഇസ്ലാം ലോകത്ത് വളർത്തപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ തന്നെ സൂഫികളുടെ ജീവിതമാണ്.
മഹാനായ ഖാജ അഹ്മദ് ചിശ്തിയെ പോലെ, നിസാമുദ്ദീൻ ഔലിയൊക്കെ പോലെയുള്ള മഹാന്മാർ, അവർ സൂഫികളും വലിയകളൊക്കെ ആയിരുന്നു. അവരിലൂടെയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത്. എന്നാൽ ഇക്കാലത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ആളുകളെ ഉണ്ടാകും, പക്ഷെ എന്നാലും ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അവര് വരാറില്ല. അതേ അവസരത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതിൻ്റെ ഈ കാലത്ത് അത് നമ്മുടെ മീഡിയയിലൂടെയാണ് നടക്കുന്നത്. മീഡിയ എന്ന് പറയുമ്പോൾ വെറും വാർത്താ ചാനലല്ല ഉദ്ദേശിക്കുന്നത്. മീഡിയ പറയുമ്പോൾ അതിൻ്റെ ഒരു മീഡിയം, ഏതിൻ്റെ ഒരു മീഡിയ ഉണ്ടാവും. ഇന്നത്തെ കാലത്തെ മീഡിയം പ്രസംഗത്തിലൂടെ, എഴുത്തിലൂടെ, ചിലപ്പോൾ മറ്റ് ഗാനം, പാട്ടുപാടുക, അതിലൂടെയൊക്കെ നമുക്ക് ദീനിനെ വളർത്താൻ കഴിയും. മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായി.